റെഡി നോക്കിയടി ഹൈറ്റ് റെഡി അല്ലേ നോക്കിയേ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളൊരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്നാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നും ഇതുപോലെയുള്ള ഒരു ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ വേറെ ഒന്നല്ല, നമ്മുടെ യൂട്യൂബിലുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സുകൾക്ക് ഒരു ചെറിയൊരു അബദ്ധം പറ്റിയ. അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ പൈസ കൊടുത്ത് മോണിറ്റേഷൻ ചെയ്യാന്നുള്ള പരിപാടി ഇല്ലേ, അപ്പൊ അത് കുറെ ഇതുള്ള വരുന്നുണ്ട്, പരസ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതില് നമ്മുടെ രണ്ട് കൂട്ടുകാരന്മാര് പെട്ടു. അപ്പൊ അവർക്ക് ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ മോണിറ്റേഷൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവര് എന്താ പറയാ, പല പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ ചെയ്തിട്ട് അവർ രണ്ട് കൂട്ടരും പെട്ടു. അപ്പൊ വലിയ പൈസ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരാളുടെ ഒരു 3000, ഒരാളുടെ 2500 വെച്ച് മേടിച്ചു. ഇത്ര 14 ദിവസത്തിനുള്ളിൽ മോണിറ്റേഷൻ ചെയ്ത് കൊടുക്കാം, ഇത്ര സബ്സ്ക്രൈബർ ആക്കി കൊടുക്കാം, ഇത്ര വ്യൂസ് ആക്കി കൊടുക്കാം, ഇത്ര വാച്ച് അവർ ആക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ പ്രലോഭനത്തിലേക്ക് വലിച്ചിതാക്കുക. അതുപോലെ വിശ്വസിക്കുന്ന പോലത്തെ കുറെ കാര്യങ്ങളൊക്കെ അവർ പറയും. അപ്പോ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ പെട്ടു. അപ്പോ നമ്മളെ പോലെയുള്ള സാധാരണക്കാര് എല്ലാരും ഈ യൂട്യൂബ് എന്ന് ഇതിലേക്ക് ഇറങ്ങണത് നമ്മുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാരണം ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിയാൽ വളരെയേറെ ഉപകാരങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ചു കുറെ സുഹൃത്തുക്കൾ, നമ്മുടെ പോലെയുള്ള കുറെ സുഹൃത്തുക്കൾ ഇപ്പൊ പുതിയതായി ഓരോ ദിവസം പുതിയ പുതിയ യൂട്യൂബർമാര് നമ്മുടെ യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഇതുപോലെയുള്ള ചതിയിലൊന്നും പെടരുത്. ഇതുപോലെയൊക്കെ പല ഇത് പറഞ്ഞ് നിങ്ങളുടെ മനസ്സൊക്കെ മാറ്റി നിങ്ങളുടെ കയ്യിലത്തെ കാശ് നമ്മള് എന്നും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുക, പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് സ്വയം നമ്മളിലേക്ക് വരുന്ന സബ്സ്ക്രൈബറും വാച്ച് അവറും നമുക്ക് എന്നും നിലനിൽക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഉടായ്പകളുണ്ട്, കുറെ പേര് ഇതായിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാം വേറെ കുറച്ച് ചേട്ടന്മാര് ചെയ്യണ്ട, അതായത് നമുക്കിപ്പോ പിൻ നമ്പർ കാര്യങ്ങൾ വരുമ്പോ നമുക്ക് അതെങ്ങനെ ഫില്ല് ചെയ്യണ്ടെന്ന് അറിയില്ല. അപ്പൊ അവര് പറയും ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ചെറിയൊരു പൈസ തന്നെ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അത് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാങ്കിലത്തെ ഈ ടാക്സ് ഇൻഫർമേഷൻ കാര്യങ്ങൾ കൊടുക്കുക, അങ്ങനെ ചെയ്ത് കൊടുക്കണ കുറച്ച് ചേട്ടന്മാരുണ്ട് കേട്ടോ. അവരൊന്നും നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. അത് നമുക്ക് ഇപ്പൊ നമ്മളൊരു വീട് വെക്കാനായിട്ട് പഞ്ചായത്തിലൊക്കെ പോകുമ്പോൾ അപേക്ഷ ചെയ്താൽ നമുക്ക് അറിയാണ്ടാകുമ്പോൾ നമ്മൾ ചില ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. അപ്പൊ ഒരു ചെറിയൊരു പൈസ കൊടുക്കണമല്ലോ. അപ്പൊ പിന്നെ പോലെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ കുറച്ച് ചേട്ടന്മാരുണ്ട്. അവരൊന്നും നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. എന്താ കാരണം അവര് മറ്റുള്ളവരെ ചെറിയ രീതിയിൽ സഹായിച്ചിരുന്നു. പക്ഷെ ഈ പൈസ മേടിച്ചിട്ട് ഈ മോണിറ്റേഷൻ ആക്കാം എന്ന് പറയുന്നതൊന്നും നമുക്ക് അത്ര ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളിൽ പെട്ടു. അപ്പൊ അവർക്ക് ഇത് പറയാനൊരു നാണം. അപ്പൊ അവരെ കാശി പോയി ഞങ്ങൾ എങ്ങനെയാടാ ഇത് പറയാ, അപ്പൊ നീ നിന്റെ ചാനലിലൂടെ ഒന്ന് പറയാ, അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി ഒരു ഒന്ന് അവര് പെടാണ്ടിരിക്കട്ടെ എന്നുള്ള ഒരു ഇതില് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത് നോക്കാം, നമുക്ക് എത്ര പേര് കാണുന്നു ഇതൊന്നുമില്ല. അപ്പൊ ആരും ഇതുപോലെയുള്ള ചതിക്കുഴിയിലൊന്നും പെടാണ്ടിരിക്കുക, അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ നമ്മുടെ പോലെയുള്ള കുറെ സുഹൃത്തുക്കള് ഇതുപോലെ യൂട്യൂബിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവരൊന്നും ഇതുപോലെയുള്ള വലിയ വലിയ കണിയിലൊന്നും പെടരുത്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാം, നമുക്ക് വരാനുള്ളത് എന്നായാലും വരും. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്യാനാണ് കേട്ടോ. അപ്പൊ ആരും അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ചെറുപ്പെട്ടിരിക്കോ, കറക്റ്റായി വീഡിയോ അപ്ലോഡ് ചെയ്യുക, നമുക്കുള്ള അംഗീകാരം. നമ്മളൊരിക്കലും നമ്മളും ഇങ്ങനെയുള്ള ഒരു സാധനം കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്താലോ പക്ഷെ ഏത് തുടക്കകാലത്ത് അപ്പൊ നമ്മളതിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒന്ന് പെട്ടേനെ. അപ്പൊ നമുക്ക് ദൈവം സഹായിച്ച് നമ്മൾ നോർമലായി ചെയ്തത് ഇങ്ങനെ വരുമ്പോ വരട്ടെ, കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരു നിലയിൽ, മോട്ടിവേഷൻ ആവട്ടെ എന്നുള്ള നിലയിൽ നമ്മൾ തുടങ്ങി. ദൈവം സഹായിച്ച് നല്ലവരായ കുറെ ഫാമിലി യൂട്യൂബിൽ നമുക്ക് കിട്ടി. നമുക്കത് സിൽവർ ബട്ടൺ കിട്ടി. പിന്നെ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. വലിയൊരു തുകയല്ലെങ്കിൽ, വലിയ വലിയ യൂട്യൂബർമാരെ പോലെയുള്ള വലിയൊരു തുകയല്ലെങ്കിൽ കിട്ടുന്നത് നമുക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മാത്രം വന്നത്. കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, എന്നാലും നമ്മൾ ഒന്ന് കരുതിയിരിക്കുക. പല പല രീതിയിലുള്ള തട്ടിപ്പോട് നടക്കുന്നുണ്ട്, എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബ് എന്നല്ല, എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട്. കോടിക്കണക്കിന് ഇത് ചെറിയൊരു കാശാന്ന് പറഞ്ഞിട്ടില്ല. 2500 10 പേരെന്ന് മേടിച്ചു കഴിഞ്ഞാൽ വലിയൊരു കാശ്. ഈ 100 പേരെന്ന് മേടിച്ചു കഴിഞ്ഞാൽ വലിയ. പിന്നെ അവര് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അപ്പൊ എല്ലാവരും ഇതില് ഒന്ന് ശ്രദ്ധിക്കുക. അത് തുടക്കക്കാരനെ പല പല രീതിയിൽ ഇവര് ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെയുള്ള ഇതിലേക്ക് എടുക്കും. അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് കേട്ടോ. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണമെന്നോ കമന്റ് ചെയ്യണമെന്നൊന്നും പറയില്ല, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.
എല്ലാവർക്കും ഒരു കാലത്ത് ഉയർച്ച ഉണ്ടാവും. ചിലപ്പോ നമ്മൾ 10ാമത്തെ വീഡിയോയിലായിരിക്കും, ചിലപ്പോ 100ാമത്തേലായാലും, ചിലപ്പോ 200ാമത്തെ വീഡിയോ, ചിലപ്പോ 2ാമത്തെ വീഡിയോ. ചിലവരൊക്കെ 3ഉം 4ഉം വീഡിയോ ഒക്കെ ഇടുമ്പോൾ ലക്ഷങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, സബ്സ്ക്രൈബർ ആയിട്ടുള്ളതും ഒക്കെ. എന്താ പറയാ, ലക്ഷങ്ങൾ വ്യൂസ് കിട്ടിയുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. അത് ഓരോരുത്തർ ഭാഗ്യം പോലെ ഇരിക്കും. ഏതൊരു ഇത് തുടങ്ങുമ്പോൾ തുടക്കത്തിലൊന്നും അങ്ങനെ ഇതുമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ 1K ആവണതും 2K വ്യൂസ് ആവണതൊക്കെ കൊതിച്ചിരുന്ന ഒരു കാലൊക്കെ ഉണ്ട്. ഇപ്പൊ അതൊക്കെ മാറി ചെറിയ രീതിയിൽ നമുക്ക് വ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാരും അതേപോലെ നോർമലായിട്ട് ചെയ്യാം. ശരി കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്ദി, ശുഭദിനം. നന്ദി, നമസ്കാരം കേട്ടോ. ലൈക്ക് ചെയ്യണതാണ്, പിന്നെ കമന്റ് ചെയ്യണതാണ്. ഓക്കെ, ശരി കേട്ടോ. അപ്പൊ എല്ലാരും ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. ശരി.